Hello, what's happening, people? This is Liquid, and welcome back to my new video episode. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ വൈ ഐ ആം മൂവിങ് ടു യു കെ ടു ബി മൈ ഹോണസ്റ്റ് ഒപ്പീനിയൻ. അപ്പോൾ ഐ ആം 26 year old. ഞാൻ എൻ്റെ 25ാമത്തെ വയസ്സിലാണ് യു കെയിലോട്ടേ മൂവ് ചെയ്തത്. ആസ് എ അനസ്തറ്റിക് ഒ ഡി പി എന്നൊരു പോസ്റ്റിലേക്ക് ഞാൻ ഒരു ജോബിലേക്ക് ഞാൻ മൂവ് ചെയ്തത്. നാട്ടിലും ഞാൻ ഈ സെയിം അനസ്തേഷ്യ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞൊരു ജോബാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു അത്യാവശ്യം വലിയൊരു ഹോസ്പിറ്റലിൽ തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കൊരു 2.5 ഇയർ ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് യു കെ പോലുള്ളൊരു കൺട്രിയിലേക്ക് മൂവ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടു ബി ഹോണസ്റ്റ് ഒരു ജോലി, ഒരു അപ്ഗ്രേഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ മൂവ് ചെയ്തത്. അപ്പോൾ അങ്ങനെ പിന്നെ പുതിയ ഇംഗ്ലീഷ് കൾച്ചർ, പുതിയ ആൾക്കാർ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ, പിന്നെ നാട്ടിലേക്കാളും കുറച്ചും കൂടി ബെറ്റർ സാലറി ഓപ്ഷൻസും റെസ്പെക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ മൂവ് ചെയ്തത്. ഇപ്പോൾ ഉള്ള ഞാൻ ജോലിയിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഭയങ്കര അടിപൊളിയാണ്. കാരണം നാട്ടിലത്തെ എൻ്റെ പഴയ പ്രീവിയസ് ജോബിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ബെറ്ററാണ്. കാരണം വർക്ക് ലൈഫ് ബാലൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കാരണം എനിക്ക് ആഴ്ചയിലൊരു 36 അവേഴ്സ് വർക്ക് ചെയ്താൽ മതി. അത്രയും എനിക്ക് വർക്ക് എറൗണ്ട് ഒരു 4 ഡേയ്സ് അത്രയും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 4 ഡേയ്സ് ചിലപ്പോൾ നമുക്ക് അടുപ്പിച്ചുണ്ടാവും. ചിലപ്പോൾ എങ്കിൽ ഇടയ്ക്കൊരു 2 ഡേയ്സ് അല്ലെങ്കിൽ 1 ഡേ ഗ്യാപ്പ്, 2 ഡേയ്സ് പിന്നെ അങ്ങനെയാണ് എനിക്ക് വർക്കിംഗ് വരുന്നത്. ചിലപ്പോൾ പൊതുവേ വീക്കെൻഡ്സ് ഞങ്ങൾക്ക് ഡ്യൂട്ടി കുറവാണ്. പക്ഷേ ഇടയ്ക്ക് വീക്കെൻഡ്സും കാര്യങ്ങളൊക്കെ ഡ്യൂട്ടി ഞങ്ങൾക്ക് വരാറുണ്ട്. കാരണം ഞങ്ങൾക്ക് തിയേറ്ററിൽ അങ്ങനെ വീക്കെൻഡ്സ് മൺഡേ ടു ഫ്രൈഡേ ആണ് കൂടുതലും കേസുകൾ വരുന്നത്. അങ്ങനെ അപ്പോൾ ഞാൻ ഇപ്സിച്ച് എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ NHS ഒരു ട്രസ്റ്റ് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. നാട്ടിൽ ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ കാരണം അടിപൊളിയാണ്. കാരണം നാട്ടിൽ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഫാമിലി, ഫ്രണ്ട്സ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കരിയർ ഗ്രോത്ത്, ഒരു ബെറ്റർ ഓപ്ഷൻ എന്നുള്ള നിലയിൽ ഞാനിവിടെ ഇപ്പോൾ ഹാപ്പിയാണ്. അങ്ങനെ പിന്നെ പുതിയ ആൾക്കാർ, പുതിയ കൾച്ചർ, പുതിയ ലാംഗ്വേജ് എല്ലാം അടിപൊളിയാണ്. ഞാൻ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നു. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സ്പേസിൽ കുറേ ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊമേനിയൻസ് ഉണ്ട്, ബ്രിട്ടീഷുകാരുണ്ട്, ആഫ്രിക്കൻസ് ഉണ്ട്, അറബ്സ് ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ ഇന്ത്യക്കാരുണ്ട്. നോർത്ത് സൈഡിൽ നിന്നുള്ള നോർത്ത് ഇന്ത്യൻസും ഉണ്ട്. നമ്മൾ കേരളത്തിൽ നിന്നുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. പിന്നെ എൻ്റെ വർക്ക് ചെയ്യണ കൂടെയുള്ള കൊളീഗ്സൊക്കെ മലയാളീസും ഉണ്ട്. ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ മലയാളീസ് ഉള്ളൂ. കാരണം ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ്സ് ചെയ്തതും ഞങ്ങൾ മലയാളീസായിട്ട് വന്നു. അങ്ങനെ പിന്നെ ബാക്കി ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നേഴ്സുമാരൊക്കെ കുറേ മലയാളീസ് ഉണ്ട് കേട്ടോ. ഞാൻ പുറത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കാണാറുണ്ട്. അവരൊക്കെ പിന്നെ സംസാരിക്കാറൊക്കെ ഉണ്ട്. ടോട്ടലി അടിപൊളിയാണ് എനിക്കിവിടെ. പിന്നെ ഫാമിലീസിനെയും ഒക്കെ വിട്ട് നിൽക്കുന്നതുകൊണ്ട് കുറച്ച് ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ടോട്ടലി നൈസാണ്. എനിക്കിഷ്ടപ്പെട്ടു. കാരണം ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരാനിരിക്കുന്ന പിള്ളേർക്കാണെങ്കിലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. കാരണം കുറച്ചും കൂടെ കാരണം അൺഫോർച്യുനേറ്റ്ലി ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. അങ്ങനെ അപ്പം റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. പക്ഷേ റിമോട്ടഡ്ലി നടക്കുന്നത്. കാരണം NHSന് വലിയൊരു ഫണ്ട് വേണം ഇൻ്റർനാഷണൽ ഒരു കാൻഡിഡേറ്റിനെ UK റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ അപ്പോൾ എനിക്കൊക്കെ ഒരു ലക്ക് എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടിയതാണ്. ഞാനും ഇതുപോലെ കുറേ ട്രൈ ചെയ്തായിരുന്നു. കുറേ കാര്യങ്ങൾ ചെയ്തു. കുറേ ആപ്ലിക്കേഷൻസ് ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ കുറേയൊക്കെ റിജക്ഷൻ വന്നു. അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ടോട്ടലി ഒരു 4 സ്ഥലത്ത് എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നായിരുന്നു. ഫസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്തു. പിന്നെ രണ്ടാമത് അറ്റൻഡ് ചെയ്യുന്ന ഈ ഹോസ്പിറ്റലിൽ എനിക്ക് കിട്ടി. പിന്നെ മൂന്നാമത് വേറൊരു സ്കോട്ട്ലൻഡ് ഹോസ്പിറ്റലിൽ അറ്റൻഡ് ചെയ്തു. നാലാമത്തെ ഇൻ്റർവ്യൂ ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയി. കാരണം ആ സമയത്ത് ഞാൻ മറന്നുപോയി അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓൾറെഡി രണ്ടാമത് കിട്ടിയ ഇൻ്റർവ്യൂവിന് ഓൾറെഡി പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഓൾമോസ്റ്റ് സെറ്റായിരുന്നു. അങ്ങനെ പിന്നെ നമുക്കിപ്പോൾ ഇവിടെ റിക്രൂട്ട്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഭയങ്കര കുറവാണ്. പിന്നെ ഇപ്പോൾ കൂടുതലും സ്റ്റുഡൻറ്റ്സ് വിസയിൽ അങ്ങനെയൊക്കെ വരുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ അങ്ങനെ അങ്ങനെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾക്കിപ്പോൾ ഒരു NHSൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ലെങ്കിൽ, കാരണം ബെറ്ററാണ് എൻ്റെ ഒരു ലൈഫും കാര്യങ്ങളും. കാരണം ഞങ്ങൾക്ക് ഒരു ഡേ നമുക്ക് നാട്ടിലെ പോലെ ഫിക്സഡ് ഇന്ന ടൈമിൽ കയറണം, കറക്റ്റ് ടൈമിൽ കയറണം, അങ്ങനെ പഞ്ചിങ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. കാരണം ഞങ്ങളുടെ ഹോസ്പിറ്റലേ
അപ്പോൾ നമുക്കൊരു 8 മണി തൊട്ടിട്ടാണ് എനിക്ക് ഡ്യൂട്ടി ടൈം വരുന്നത്. നമ്മളൊരു 7:45 ഒക്കെ ആകുമ്പോഴത്തേക്കും തിയേറ്ററിൽ ചെന്ന് സെറ്റിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു 5:30 വരെയാണ് ഡ്യൂട്ടി. നമുക്ക് നേരത്തെ കേസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് നമ്മളെ നേരത്തേക്ക് വിടുകയൊക്കെ ചെയ്യും. അങ്ങനെ. നൈസാണ്. കാരണം വർക്ക് ചെയ്യുന്ന കൊളീഗ്സൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഇന്റർനാഷണലി ഒരു റിക്രൂട്ട്മെന്റിലുള്ള ഒരാളായതുകൊണ്ട് തന്നെ കാരണം ഞാൻ ഇന്ത്യയിൽ എൻ്റെ പ്രാക്ടീസും ഇവിടുത്തെ പ്രാക്ടീസും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അവരെന്നെ കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് തരും. നമുക്ക് പറഞ്ഞുതരും. കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിലെ പോലെ തന്നെ ഭയങ്കര സിമിലറാണ്. അങ്ങനെ. അടിപൊളിയാണ്. ഉം. അപ്പൊ അതൊക്കെ പഠിച്ച് ഇങ്ങനെ വരുന്നു. കാരണം അടിപൊളിയാണ്. നൈസാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ. ഉം. കാരണം പിന്നെ ഞാൻ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടം സീസണാണ്. കഴിഞ്ഞിട്ട് പിന്നെ വിന്ററിലേക്ക് സ്വിച്ച് ചെയ്തു. കാരണം അപ്പൊ അതിന്റെ ക്ലൈമറ്റ് ചേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഫക്റ്റ് ചെയ്തായിരുന്നു എൻ്റെ പേഴ്സണൽ ലൈഫില്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓവർകം ചെയ്ത് വരുന്നു. പിന്നെ അങ്ങനെ പിന്നെ നല്ല വെൽക്കമിങ് അടിപൊളി ആൾക്കാരാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എൻ്റെ ഒരു ഡ്രീം ജോബായിരുന്നു എനിക്കൊരു എബ്രോഡ് ഒരു ജോലി എന്നുള്ളതും യുകെയിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും സിസ്റ്റേഴ്സിനൊക്കെ എല്ലാം ഞാനിങ്ങനൊരു ഓപ്പർച്യൂണിറ്റീസ് ആഹ്, ഇങ്ങനെ അയച്ചു കൊടുക്കാറുണ്ട് വന്നതൊക്കെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാള് നമുക്ക് ഇഷ്ടപ്പെട്ടതിനേക്കാളും അതും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യണേ ഉള്ളൂ ബെറ്റർ. അങ്ങനെ. കാരണം പഴയ ജോലിനെ ഞാൻ താഴ്ത്തി പറയുന്നതല്ല. കാരണം എൻ്റെ ബേസ് അതായിരുന്നു. കാരണം ഞാൻ അവിടെ നിന്നാണ് വന്നത്. പക്ഷേ എന്നാലും അവിടെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മെന്റൽ സ്ട്രെസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഡ്യൂട്ടി സ്ട്രെസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇവിടെ എനിക്ക് ഭയങ്കര ചില്ലാണ്. കാരണം വീക്കെൻഡ് ഡേയ്സ് എനിക്ക് ഓഫാണ്. ഇടയ്ക്ക് ഡേയ്സ് ഓഫ് കിട്ടും. അങ്ങനെ പിന്നെ ആനുവൽ ലീവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ആനുവൽ ലീവ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു മന്ത് ഫുൾ ഇങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യാം. എവിടെയെങ്കിലും പോവാം അങ്ങനെ. പിന്നെ പഴയ എൻ്റെ ജോബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്ഫുൾ ഡ്യൂട്ടി അവേഴ്സ് നമുക്ക് ലീവ് കാര്യങ്ങൾ അങ്ങനെ ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ ഭയങ്കര നമുക്ക് ഫ്രീലി വർക്ക് ചെയ്യാം. പക്ഷേ വർക്ക് ചെയ്യുന്നത് നമ്മൾ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് അടിപൊളിയായിട്ടിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആഹ്, ഇതാണ് എൻ്റെ പേഴ്സണൽ യുകെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ എൻ്റെ അനസ്തെറ്റിക് ജോബ് എന്നുള്ളൊരു ഇത് അങ്ങനെ. ആ ഒരു പെർസ്പെക്റ്റീവില്. പിന്നെ എൻ്റെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുമ്പോൾ ഇവിടെ നൈസാണ്. കാരണം എനിക്കിപ്പോൾ റെന്റ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ. അപ്പോൾ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. കാരണം പൊതുവെ ഇവിടെ ഇങ്ങനെയാണ് കുറച്ച് റെന്റ് കുറച്ച് എക്സ്പെൻസീവ്. ഞാനിപ്പോൾ ഒരു ഷെയർഡ് ഹോമിലാണ് നിൽക്കുന്നത്. സ്വന്തമായിട്ടൊരു വീട് ഒരു ഫ്ലാറ്റൊക്കെ എടുക്കുമ്പോൾ കുറച്ച് എമൗണ്ടും കാര്യങ്ങളും കൂടുതലാണ് വരുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്താ പിന്നെ ഗ്രോസറീസ്, ഷോപ്പിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഒരു NHSൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് ബസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അടുത്തുള്ള ടൗണിലൊക്കെ പോകാനൊക്കെ ആണെങ്കിൽ ഫ്രീയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ. അപ്പോൾ എനിക്ക് എൻ്റെ ഫുഡ്, ഗ്രോസറീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവങ്ങൾ മേടിക്കാനാണെങ്കിലും അത്യാവശ്യം അഫോർഡബിൾ ആണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ. ആഹ്, പിന്നെ നാട്ടിലുള്ള കുറച്ച് ഫുഡുകള്, കാര്യങ്ങള് അങ്ങനെ കാര്യങ്ങളൊക്കെ കുറേ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വീക്കെൻഡ്സിലൊക്കെ പുതിയ ഫുഡ് റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യും. അതൊക്കെ കഴിക്കും. അങ്ങനെ പിന്നെ ഫ്രോസൺ ഫുഡൊക്കെ മേടിച്ച് ഇങ്ങനെ കഴിക്കുക. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ആഹ്, നാട്ടിലേക്കാളും കുറച്ച് ബെറ്റർ ലൈഫാണ് ഞാനിപ്പോൾ എൻജോയ് ചെയ്യുന്നത്. അങ്ങനെ. ആഹ്, ഓൾമോസ്റ്റ് എനിക്ക് അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയാണ് എൻ്റെയൊക്കെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഞാനതിന് ഫ്രീ ടൈം കിട്ടുമ്പോൾ റിപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. സീ യു.